ഹായ്, ഹലോ. നമ്മൾ ഇന്ന് രാവിലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരിക്കുകയാണ് ഗൈസ്. സോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുട്ടും പഴമാണ്. സോ ഇതാണ് പഴം. ഇതെന്ത് പഴമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളെ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വലിയ താല്പര്യമില്ലാത്തൊരു ഫുഡാണ് ഈ പുട്ട്. പക്ഷേ ഈ വീട്ടിലെ അമ്മമാർക്ക് ഈ സാധനം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അത് കാരണം പുട്ടിൻ്റെ പേര് ഞാൻ അടിവരെ ഉണ്ടാക്കിയിട്ട ഒരാളാണ്. സാധാരണ നമുക്ക് രാവിലെ കുറച്ച് പുട്ട് കഴിക്കാം. ഇവിടെയാണെങ്കിൽ കരണ്ടും ഇല്ല, കാരണം ഒരു പണിയൊന്നും നടക്കുന്നില്ല. കുറച്ച് പഴം ഓക്കെ, പാളയം കൊണ്ടാണ് കേട്ടോ. എനിക്ക് ഈ പഴം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല ഏതാണെന്ന്. പക്ഷെ അത് കഴിച്ച് നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും ഇത് പഴമാണെന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടും. സോ പുറത്താണെങ്കിൽ നല്ല മഴയാണ്, കാറ്റാണ്, കറണ്ട് കുറേ സമയമായിട്ട് പോയിട്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഇവിടെ സമയം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞു. 11 മണിക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നത്. വേറെ ഒന്നുമില്ല, രാവിലെ നമ്മൾ എഴുന്നേൽക്കാനായിട്ട് നല്ല താമസം വരും. ഈ തണുപ്പായിരുന്നു. താമസം സ്ഥലത്തെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കൂളാണ്. അപ്പോൾ നമ്മൾ കിടന്നങ്ങ് പോവും. അപ്പോൾ അത് കാരണം എഴുന്നേൽക്കാനും ഭയങ്കര മടിയാണ്. പിന്നെ താമസിച്ചാണ് കിടക്കുന്നു, അത് കാരണം. സോ സാധാരണ 11 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കുന്നത്. പിന്നെ പൊതുവേ ഞങ്ങൾ താമസിച്ചാണ് ഫുഡ് കഴിക്കാറുള്ളത്. അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണമാകുമ്പോൾ ഇപ്പോൾ 4 മണിക്കായിരിക്കും ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുന്നത്. അതുകൂടാതെ വൈകിട്ടത്തേക്ക് അപ്പോൾ ചായ കുടിക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് 7 മണിക്ക് ആകുമ്പോൾ കഴിക്കുന്നു. അത് 11 മണിയൊക്കെ നമുക്ക് ചോറുണ്ടോ ടൈമെല്ലാം ഫുൾ തെറ്റിച്ചാണ് കഴിക്കാറുണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. ഫുഡ് നിന്ന് ഇനി കുറച്ച് ടീ കുറച്ചാണ് കുടിക്കാം. അപ്പോൾ ഗൈസ്, ഈ വീട്ടിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ വേറൊരു പുള്ളിക്കാരുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ കുറച്ചും കൂടി ഇവിടെ കിടക്കുകയാണ്. പുള്ളീനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ പൈതൽ. പേര് ബ്രൂണോ. എന്താ പന്നിക്കുട്ടാ ചൂടി കിടക്കുക. രാവിലെ കഴിച്ചോ? പോവാ പോലെ കൂടെ പോലടാ. അത് കണ്ടാ പോലെ മാറും. ബ്രൂണോയ്ക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് ഫോൺ വീഡിയോ എടുക്കാതിരിക്കുകയാണെങ്കിൽ പുള്ളി നമ്മുടെ കൂടെ ഉണ്ടാവും. വീഡിയോ എടുക്കാൻ പുള്ളി കണ്ടു കഴിഞ്ഞാൽ ആൾ സ്പോട്ടിൽ പുള്ളിയെ മാറിപ്പോകും. അതാണ് പുള്ളിയുടെ പ്രശ്നം. പക്ഷെ പുള്ളിയുടെ അടിപൊളി വീഡിയോസുകൾ ഞാനിടാം. നമുക്ക് നാടൻ പട്ടിയാണ്. ഇതൊന്ന് ഒരു 5 ഇയർ 5 വർഷമായെന്ന് തോന്നുന്നു.
സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഗൈസ്, നമ്മൾ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഉച്ചയോട് കൂടിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ്. ഇനി നമുക്ക് കുറച്ച് പണി കാര്യങ്ങളുണ്ട്. പണിയിലാണ്. സ്റ്റോൺ ഓൺ ചെയ്യണം. സോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. വൈഫൈ കറണ്ട് ഇല്ലായിരുന്നു, അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ കുറച്ച് മുമ്പാണ് കറണ്ട് വന്നത്. സോ ഇനിയിപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞ് കാര്യം കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് തറവാട്ടിൽ പോകണം. ഒരു വൈകിട്ടൊരു ഈ പറഞ്ഞ രീതിയിൽ ഒരു സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെന്ന് കുറച്ച് പണികളുണ്ട്. പിന്നെ അവരുടെ കുറച്ച് ചാനലിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടികൾ. ഇതിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടേ കൈ പെയിൻ എടുക്കുന്നു. ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ വേറെ ആൾക്കത് കൊടുത്തു. നമ്മളിത് യൂസ് ചെയ്യുന്നില്ലാത്തതാണ്. വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നലെ കിട്ടുമെന്നാണ് പറഞ്ഞത്, പക്ഷേ സാധനം ഇതുവരെ അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. ഈ മഴയുടെയൊക്കെ സമയമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കിട്ടാൻ ഇത്ര താമസം. ഓക്കെ, അപ്പോൾ എൻ്റെ പരിപാടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാം. സോ നമ്മുടെ ചാനൽ വർക്കുകളൊക്കെയാണ്. വീട്ടിൽ തന്നെയാണ് പരിപാടികൾ. ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാനൽ എനിക്ക് നേരത്തെയും ഒരുപാടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ. ഇത് മാത്രമല്ല ചാനൽ, ആക്ച്വലി പല ചാനലുകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു ബ്ലോഗിങ് എന്ന രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇത് മാത്രമായിരുന്നു. പക്ഷേ ഇത് എത്ര ദിവസം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഒന്നെങ്കിൽ ഇതുപോലെ സ്ട്രൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് മിസ്ലീഡിങ്ങൊക്കെ വന്ന സാധനം തെറപ്പി ടൈപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ മോണിറ്റേഷൻ കിട്ടാതെ വരുമ്പോൾ ഞാനത് ഉപേക്ഷിച്ച് കളയും. പക്ഷെ ബ്ലോഗിങ് എന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. ചാനലിന് മുമ്പ് ഹിസ്റ്ററി ബേസ്ഡ് ചാനലുകളും പിന്നെ അതുപോലെ തന്നെ എന്താ ട്രോൾ വീഡിയോസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തക്ക് ലൈഫിൻ്റെ വീഡിയോസുകൾ, പിന്നെ ഇംഗ്ലീഷ് ചാനലുകൾ, പുറത്തധികം ചാനലുകൾ ഉണ്ടായിരുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ചാനലുകളും പോയി. സ്ട്രൈക്ക് ഒരെണ്ണം വന്ന സമയത്ത് എന്താണ് ഈ എല്ലാ ചാനലുകളും ഞാൻ ലിങ്ക് വെച്ച് ഒറ്റ ആഡ്സൻസ് അക്കൗണ്ടിലായിരുന്നു. ഒറ്റ ആഡ്സൻസ് അക്കൗണ്ടിലായതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രൈക്ക് വന്നപ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ചാനലുകളെല്ലാം പോയി. പറയുമ്പോൾ ആ പണി നിർത്തി. പിന്നെ പിന്നെ അതിന് ഇൻകമൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചെറിയ രീതിയിലൊരു ചെറിയൊരു ഇൻകം ഒരു തഗ് ലൈഫിൻ്റെ ഒരു ചാനൽ ലീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. പിന്നെ അത് പിന്നെയും അവിടെ ഉണ്ടായിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു. അത്രയുള്ള നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. കഷ്ടപ്പെട്ടതിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. അതിനകത്ത് റീച്ചില്ലായിരുന്നു. നല്ല രീതിയിലൊരു ഹിസ്റ്ററി പറയുന്നൊരു ചാനലിൽ ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളൊരു താല്പര്യത്തോടുകൂടി വീഡിയോസൊക്കെ വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അതത്ര സക്സസ് ആയില്ല. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 വീഡിയോസ് ഇട്ടു, പക്ഷേ നല്ല വ്യൂസ് കിട്ടിയില്ല. സോ അതങ്ങ് ഉപേക്ഷിച്ചു. ഫൈനലായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു വ്ളോഗിങ് അല്ലെങ്കിൽ ഒരു ഫാമിലി വ്ളോഗ് എന്ന ട്രാവലിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്
നമ്മുടെ രണ്ടാമത്തെ വീഡിയോസാണ്. ഓക്കെ, ഇന്നത്തെ ദിവസം ഇതൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് പണികൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്താ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.